ഞാൻ രാഹുൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലായ രാഹുൽ ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിത് എല്ലാ പ്രാവശ്യം പറയുന്നതിൽ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ ദിവസങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വന്നേക്കുന്നത് ഇപ്പോൾ ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മ ഒരു നൈസ് കുക്കിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ടല്ല ഞാനിങ്ങനെ വീഡിയോ ഇടാത്തത്, നമുക്കൊരു നല്ലൊരു കണ്ടൻറ്റ് എന്താ പറയുക ഇങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ്. ആലോചിക്കുന്നുണ്ട്, കാര്യം യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് കണ്ടൻറ്റാണ് അതിനകത്ത്. അതും കുക്കിംഗ് വീഡിയോ ആണ്. പിന്നെ അത് മാത്രമല്ല, കൊറോണ എന്ന് പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒന്ന് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ടൊരു വ്ളോഗ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു പുറത്ത് പോയി ഒരു നല്ലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്താ പറയുക നമുക്ക് ഈ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് കാരണം വരും. എന്തായാലും ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരും, എന്തായാലും ചെയ്തിരിക്കും. ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ എന്താ ഒരു വെറൈറ്റി പുഡിങ്ങാണ് കൊണ്ടുവന്നേക്കുന്നത്, നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാലോ, ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ്, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ് കണ്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, ചെറുതായിട്ട് നുറുക്കിയെടുത്ത സേമിയവും. ഈ സേമിയവും നമുക്ക് ഒന്നുകൂടി ഇപ്പം ഇതിൻ്റെ വലിപ്പം കണ്ടല്ലോ, അതിനേലും കുറച്ചുകൂടി ചെറുതാക്കണം എന്നുള്ള ആൾക്കാർ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സേമിയോ, പിന്നെ കിസ്മിസ്, ഈന്തപ്പഴം, ബദാം, കാഷ്യൂ, ഗീ, പിന്നെ ഒരു 1.5 കവർ പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കസ്റ്റേർഡ്, ഈ കസ്റ്റേർഡാണ് വാനില എസൻസിൻ്റെ വാനില ഫ്ലേവറിൻ്റെ ഇത് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇത്രയും സാധനം കൊണ്ട് നമ്മൾ ഒരു കിട്ടിലെ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കതിൽ കുറച്ച് നെയ്യ് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് നെയ്യ് കൊടുത്തു. എന്നിട്ട് നമുക്ക് നെയ്യ് ഇട്ടിട്ട് നമുക്ക് ആ നട്ട്സ് കുറച്ചൊന്ന് വറുക്കാം. കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ. കിസ്മിസ് ഇതാണ്. നമുക്കിത് മൊത്തം നമുക്കങ്ങോട്ട് വറുത്തെടുക്കാം. കാഷ്യൂ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം നെയ്യിൽ. ഓക്കെ. നമ്മുടെ നട്ട്സൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് വേറൊരു ഡിഷിലേക്ക് കുറച്ച് മാറ്റാം. അതിന് ശേഷം നമുക്ക് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചിട്ട് അത് നന്നായിട്ട് തിളക്കട്ടെ. പാലിനെ നമുക്ക് തിളയ്ക്കാൻ കുറച്ച് നേരം വിടാം. സോറി, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. ആ ഷുഗർ തന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഈ പാല് തിളച്ച് വരുമ്പം ഇതിലേക്ക് നല്ലോണം ഷുഗർ, അതായത് ഒരു 1.5 കവർ പാലാണ് ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അതിന് ഒരു കപ്പ് ഷുഗറെങ്കിലും ആഡ് ചെയ്യണം കേട്ടോ. ഈ പാലിലേക്ക് നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ഇനി നന്നായിട്ട് തിളച്ച് അത് വറ്റട്ടെ കേട്ടോ. അപ്പോഴേക്കും അടുത്ത് നമുക്കൊരു പാൻ വെച്ചിട്ട് അടുത്ത സംഭവം റെഡിയാക്കാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നെയ്യിട്ടിട്ട് നമ്മുടെ സേമിയോ നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വറുത്തെടുക്കണം. നമ്മളിതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യിൽ വേണം നമുക്ക് നമ്മുടെ സേമിയോ
നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. രണ്ട് സേമിയ ഇട്ട് നമ്മൾ വറുക്കാൻ പോവാട്ടോ. അതിനകത്തിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെയും വറുത്തെടുക്കുക. സേമിയക്ക് ഇത്രയും നീളമൊന്നും വേണ്ട എന്നുള്ളവർക്ക് മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ കറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടും. അല്ല ഇതിപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ഇതിപ്പം എനിക്ക് തോന്നണം ഞങ്ങളിത് അങ്ങനെ തന്നെ വാങ്ങിയതാണ്. നുറുക്കിയ സേമിയയാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതധികം പൊടിക്കേണ്ടി വന്നിട്ടില്ല. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഈ നട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, ബാക്കി നമുക്ക് അടുത്തതിലേക്ക് ആവശ്യം വരുമല്ലോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിന് ഒരു 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്ത് കുറച്ച് പാലെടുത്തിട്ട് അതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആ തിളക്കുന്ന പാലിൽ നിന്ന് തന്നെ കുറച്ച് കപ്പിലേക്ക് എടുത്തിട്ട് അതിൽ കസ്റ്റേർഡ് പൗഡർ ഇത് മിക്സ് ചെയ്തേക്കും. ഇത് ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഷുഗർ പൊടിച്ചതാണ്. ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് ഇതേ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പാലിവിടെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ സേമിയ ഇവിടെ നമ്മൾ വറുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡിഷിലേക്ക് മാറ്റാം. അപ്പം അത് നമ്മളിവിടെ കുറച്ചേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാനിവിടെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചേക്കുക. നമുക്ക് വേറെ പണികളുണ്ട് അതിൽ. അപ്പോൾ അതെ നന്നായിട്ട് നമ്മളിങ്ങനെ കുത്തി ഒലച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓക്കെ, നമുക്ക് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് ചെയ്യാം. ഞാൻ ആ പാൻ തന്നെ വെച്ച് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു. കൊളസ്ട്രോൾ അധികമുള്ള ആൾക്കാർ, ഷുഗർ അധികമുള്ള ആൾക്കാർ ഒന്നും കഴിക്കണ്ട. ഞാനിത് പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങൾ ഓർക്കുവേ, ഇതൊന്നും മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, കൊളസ്ട്രോൾ വരുമല്ലോ, ഷുഗർ വരുമല്ലോ എന്നൊക്കെ ഓർക്കും. അപ്പോൾ ഞാനിത് കാണിക്കുന്നത് എൻ്റെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചെന്നെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ചെറിയൊരു മോൻ പറഞ്ഞത്, ആൻറ്റീൻ്റെ കപ്പങ്ങ ഡിസേർട്ട് നന്നായിട്ടുണ്ടായിരുന്നു, ഡിസേർട്ട് കഴിക്കാൻ വേണ്ടി അവൻ കപ്പങ്ങാമരം വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു എന്നോട്. അപ്പോൾ പിള്ളേരത് അത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പിള്ളേർക്ക് വേണ്ടി തന്നെ. കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിസേർട്ടിലല്ല പുഡിങ് നടപ്പോയി. കപ്പങ്ങ വന്ന കാരണം എൻ്റെ ഇടയിൽ പെട്ടുപോയത് കേട്ടോ, സോറി. നമ്മുടെ ഈ പുഡിങ് അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് വറുത്ത് വെച്ചേക്കണ കുറച്ച് നട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ടേ. നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റ് ആവണ വരെ നമ്മൾ ഈ എന്താ പറയുക, അലുവയ്ക്കൊക്കെ ചെയ്യൂലേ, അതുപോലെ കുറച്ച് സമയമിട്ട് ചെയ്യണം. കാര്യം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഇപ്പോൾ ക്യാരറ്റ്, സേമിയോ, പാല്, നെയ്യ് അത്രയും മതി. പക്ഷെ ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരിച്ചിരി സമയം നമുക്ക് ഒന്ന് വേണം. കുറച്ച് സമയം മതി കേട്ടോ. എല്ലാം
അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചത്തൊക്കെ എൻ്റെ അമ്മ യമ്മി, ഭയങ്കര ടേസ്റ്റിയത്. ഞങ്ങൾ ഇങ്ങനെ ഓരോ റെസിപ്പീസൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിക്കുക ആദ്യം, എന്നിട്ടാണ് നമുക്ക് പറഞ്ഞു തരണേ. നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. കണ്ട, ഈ മെയിൻ സാധനമാണ് ഷുഗർ. എന്നിട്ട് ഞാൻ അത് മറന്നുപോയി. നിങ്ങളെല്ലാം നേരത്തെ കണ്ട കഴിക്കുമോ? എല്ലാവരും അതുകൊണ്ടാ മെയിൻ സാധനമായിരുന്നു ഷുഗർ. എന്നിട്ട് ആ ചേച്ചി അത് മറന്നുപോയെന്ന് ഓർത്തില്ല. എൻ്റെ മോൻ ഞെട്ടിയിരിക്കുക കേട്ടോ, അതൊന്നും ഓർത്തില്ല. അവനാണ് പുലിയെന്നും പറഞ്ഞ് വന്നതാ. അതൊന്നും ഞാൻ ശരിയാക്കിയില്ലേ. ചിലപ്പോൾ ഇത് കണ്ടെങ്കിലും വലുതും കൊണ്ടുപോകുമ്പോൾ ഇത് കിട്ടാം, പറയാൻ പറ്റില്ല. അതിനേലും വലുതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും. ഒന്നും കിട്ടാൻ പറ്റില്ല. ഇന്നലെ എൻ്റെ അമ്മയല്ലേ ഞാൻ. നമുക്കിതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എന്നിട്ട് നമ്മളിവിടെ ഈ കുറുക്കി വെച്ചേക്കുന്ന പാലില്ലേ, അതിനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, കണ്ടോ നമ്മുടെ ക്യാരറ്റ് ആ നെയ്യിലും പഞ്ചസാര പൊടിച്ചതിലും കിടന്ന് ഇങ്ങനെയായി വരണ്ട് വന്നിട്ടുണ്ട്. ഇവനെ നമ്മൾ ഇപ്പം അവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിതിനങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുറച്ചല്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു എടുക്കാം. ഇപ്പം തന്നെ എല്ലാവർക്കും കൊതി തന്നെയുണ്ട്. എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിവിടെ കുറച്ച് പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് വേണം ഇനി ഉണ്ടാക്കി കൊടുക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച സേമിയ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. അത് ആ ഷുഗറിൻ്റെ ഇത് വെച്ചിട്ടേ കുറച്ചിങ്ങനെ ഡ്രൈ ആവും. ഓക്കെ, എല്ലാം ഞാൻ കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചു. ഇനി നമ്മൾ ബാക്കിയുള്ള ക്രീമും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ഗാർണിഷ് ചെയ്യണ്ടേ. ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ കുറച്ച് സേമിയ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഏതായാലും ഊണൊക്കെ ഇല്ലേ, നമുക്കൊന്ന് പൂവിട്ടേക്കാം. ഇനിയും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ കാണുമ്പോഴേക്കും നിഷാന്റിനോട് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാനിവിടെ ചെയ്തു വെക്കണം. ഈ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ, എൻ്റെ ഷോപ്പിൽ വരുന്ന കുറേ കുട്ടീസുകൾ.
ഞാനിത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. നമ്മുടെ ഈന്തപ്പഴം ഇങ്ങനെ വെച്ച്, ഡേറ്റ്സൊക്കെ ഭയങ്കര നല്ലതാണ്, പിള്ളേർക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ അധികം ഉള്ളവരും കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് ചെയ്യാൻ പോകുന്നത് ഫ്രീസറിൽ കയറ്റിയിട്ട് നല്ല തണുത്ത് കഴിയുമ്പം നമുക്കൊന്നും കൂടി വരാം. എന്നിട്ട് ഇതെങ്ങനെ കഴിക്കണമെന്നൊന്ന് കാണിച്ചു തരണ്ടേ ഞാൻ? അത് ഞാൻ ഞെട്ടിക്കും. കണ്ടോ? അപ്പം നമുക്കിതിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പുഡിങ് റെഡിയായി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്താലോ? അപ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നതിന് മുതേ ഇതിൽ നിന്ന് തന്നെ നമ്മൾ സെർവ് ചെയ്യും. അപ്പം നമുക്കിവിടെ വെച്ച് എടുക്കുമ്പോൾ ഇങ്ങനൊരു സ്ക്വയർ പീസാക്കി കണ്ടോ? നമ്മുടെ പുഡിങ് റെഡി. കണ്ടോ? അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം, കുട്ടികളോട് പറയണം. കണ്ടല്ലോ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൂടി അമർത്തിയാൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ വന്നു ചേരുന്നതായിരിക്കും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരും ഷെയർ ചെയ്തവരും ലൈക്ക് ചെയ്തവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് കിട്ടുക? പുഡിങ് അല്ലേ, തണുപ്പിച്ചൊക്കെ അടിച്ചാണ്ടല്ല മോനെ, പൊളി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം കിടുക്കം വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം എനിക്ക് നോട്ടിഫിക്കേഷൻ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും